ഷെന പുത്തൻകോട്ട് ഹിയർ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്കൻഡ് സെഷനാണിത്. ഓക്കെ, നമുക്ക് സെഷനിലോട്ട് പോവാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലേണിംഗ് ഏതൊക്കെ ടൈപ്പാണുള്ളതെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പാസീവ് ലേണിംഗ് ആണ്. എന്താണ് പാസീവ് എന്ന് പറയുന്നത്? ആക്റ്റീവ് അല്ലാത്തത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റുഡൻസ് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നത് പാസീവായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റുഡൻറ്റ് പാസീവ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആരായിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവുക? ടീച്ചറായിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവുക. ടീച്ചർ ആക്റ്റീവായ പ്രോസസ്സിനെ നമ്മൾ എന്ത് അപ്രോച്ച് എന്നാണ് വിളിക്കുന്നത്? ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ചിൽ എപ്പോഴും സ്റ്റുഡൻറ്റ് ഏത് തരത്തിലായിരിക്കും ലേണിംഗ് നടത്തുന്നത്? പാസീവായിട്ടായിരിക്കും ലേണിംഗ് നടത്തുന്നത്. ഇനി നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിസണിങ്, റീഡിങ്, വാച്ചിങ്, ഇതിലൂടെയൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പാസീവ് ലേണിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പാസീവാണ് അല്ലേ. ഞാനൊരു കാര്യം കേൾക്കുമ്പോൾ ഞാൻ പാസീവാണ്, അതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വായിക്കുമ്പം ഞാൻ ഇൻവോൾവ് ആവുന്നില്ല, വായിക്കുവാണ് അല്ലേ, അതൊരു പാസീവ് ലേണിംഗ് ആണ്. വാച്ചിങ്, ഞാനൊരു കാര്യം കാണുന്നു, ഞാനവിടെ പാസീവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രോസസ്സൊക്കെ എന്താണ്? പാസീവ് ലേണിങ്ങിൻ്റെ എക്സാമ്പിളുകളാണ്. അല്ലെങ്കിൽ പാസീവ് ലേണിംഗ് ഇത്തരത്തിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് സ്റ്റുഡൻറ്റ് എന്തായിരിക്കില്ല? ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് ചെയ്യാത്ത ലേണിംഗ് ആണ് പാസീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ലേണിംഗ് എന്താണ്? ആക്റ്റീവ് ലേണിംഗ്. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ സ്റ്റുഡൻറ്റ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ്, ഡിസ്കഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിയേഷൻ. തിങ്കിങ്, ചിന്തിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡിസ്കസിങ് അല്ലേ, സ്റ്റുഡൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് അല്ലേ, അവർ അന്വേഷണം നടത്തുമ്പോൾ അവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിംഗ്, ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലേ, അതാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഞാനൊരു ലെക്ചർ കേൾക്കുവാണ്, എനിക്ക് വേണമെങ്കിൽ അവിടെ പാസീവ് ലേണിംഗ് ചെയ്യാം, കാരണം എനിക്ക് വേണമെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ചിന്തിച്ചിരിക്കാം അല്ലേ. അപ്പോൾ അതെന്താണ്? പാസീവ് ലേണിംഗ് ആണ്. മൂന്നാമത്തത് ലേറ്റൻറ്റ് ലേണിംഗ് ആണ്. ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ലേണിംഗ് വളരെ ഒബ്വിയസ് ആയിരിക്കില്ല. അതായത് ഞാൻ പഠിക്കുന്നത് വളരെ ഒബ്വിയസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാനിത് പഠിക്കുവാണ് എന്നുള്ള ധാരണ വെച്ചിട്ടായിരിക്കില്ല പഠനം അവിടെ നടക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ചിലപ്പം മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ ഈവൻ വർഷങ്ങളോളം വരെ ചിലപ്പം ഈ ഇതിലൂടെ ലേൺ ചെയ്ത ഇൻഫർമേഷൻ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ചൈൽഡ് ലേണിംഗ് ഗ്രാമർ റൂൾസ് ബൈ ലിസണിങ് ടു കോൺവെർസേഷൻ ലിസൺ ചെയ്തിട്ട് കുട്ടി ഗ്രാമർ റൂൾസ് പഠിക്കുക. അപ്പോൾ കുട്ടി ഗ്രാമർ റൂൾ ആണെന്ന് മനസ്സിലാക്കിയിട്ടല്ല അവിടെ പഠിക്കുന്നത് അല്ലേ. ആ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ കുട്ടി തന്നെ അറിയാതെ അവിടെ ഗ്രാമർ റൂൾ പഠിക്കുകയാണ് അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പഠിക്കുന്നില്ല, അത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ തവണ അത് കണ്ട് നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മളിത് പഠിച്ചിട്ടുണ്ടെന്നല്ലേ. അങ്ങനത്തെ ലേണിംഗ് ആണ് ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ലേണിംഗ് ആണ് ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ പ്രകടമായിട്ട് അവിടെ ലേണിംഗ് നടക്കുന്നതായിട്ട് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. ഇപ്പം നമ്മൾ ഒരുപാട് നാൾ ഒരു കാര്യം കണ്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കറിയില്ല നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കുറേ തവണ കണ്ട് നമ്മളത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും നിന്നതായിരിക്കില്ല. പക്ഷെ കുറേ നാൾ ഒരാളത് ചെയ്യുന്ന കണ്ടിട്ട് നമുക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ കുറേ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇത് എനിക്ക് അറിയാമായിരുന്നോ എന്ന് നമ്മൾ അപ്പോഴായിരിക്കും സർപ്രൈസിംഗ്ലി റിയലൈസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലേണിംഗ് ആണ് ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഇൻസൈറ്റ് ലേണിംഗ്. ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉൾക്കാഴ്ച അല്ലേ. അതായത് ഒരു കാര്യം നമ്മൾ പഠിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ലേണിംഗ് ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന ലേണിംഗ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് പീപ്പിൾ ലേൺ ബെസ്റ്റ് വെൻ ദേ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആസ് എ ഹോൾ. ഇവിടെ നമ്മൾ ആ ജസ്റ്റാൾട്ട് തിയറിയും കൂടെ പറയുന്നുണ്ട്. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ജസ്റ്റാൾട്ട് തിയറി എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലല്ല, നമ്മൾ ജസ്റ്റാൾട്ട് തിയറി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ, ജസ്റ്റാൾട്ട് തിയറി പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അതോ നമ്മൾ
റിസർച്ചിൻ്റെ കേസിൽ ജസ്റ്റാൾ തിയറി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റാൾ തിയറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തിനെ പഠിക്കണമെങ്കിൽ ഹോളായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് പഠനം സാധ്യമാവുള്ളൂ എന്നുള്ളതാണ് ജസ്റ്റാൾ തിയറി പറയുന്നത്. സിമ്പിളാണ്. ജസ്റ്റാൾ തിയറി ഇത്രേ പറയുന്നുള്ളൂ. ഒരു കാര്യത്തിനെ പഠിക്കണമെങ്കിൽ നമുക്ക് ഹോളായിട്ട് പഠിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് ദൂരെ നിന്ന് മാറി നിന്ന് വീക്ഷിച്ചാലാണ് ആ പ്രോബ്ലം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പണ്ട് കളിക്കുടുക്കയിലൊക്കെ പസിലുണ്ട്, മിട്ടുമുയലിനെ ക്യാരറ്റിനടുത്ത് എത്തിക്കാമോ എന്നൊക്കെയുള്ള പസില്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു മെയ്സ് ആയിരിക്കും അല്ലേ, അതിനകത്ത് ഇങ്ങനെ ചില വഴികളൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആ വഴിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കുറച്ച് ദൂരെ നിന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ കുത്തുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ മറഞ്ഞിരിക്കുന്ന ആരാണെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. അത് നമ്മൾ കുത്തുകൾ യോജിപ്പിക്കാതെ തന്നെ കുറച്ച് ദൂരെ വിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ച് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അത് സിംഹമാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അത് ചിലപ്പം ഒരു താമരയായിരിക്കും, താമരയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? കുറച്ച് ദൂരെ നിന്നൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാവും. അതുപോലെയാണ് ഒരു പ്രോബ്ലവും. ആ പ്രോബ്ലത്തിന് വളരെ അടുത്ത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. കുറച്ച് ദൂരെ മാറി നിന്ന് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതാണ് ജസ്റ്റാൾട്ട് തിയറി പറയുന്നത്. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ പാർട്ടായിട്ട് കാണാതെ അതിന് ഹോളായിട്ട് കാണുക എന്നുള്ളതാണ് ജസ്റ്റാൾട്ട് തിയറി പറയുന്നത്. ഓക്കെ, ഇനി ഹിയറിംഗ് എ സോങ് ഓൺ ദി റേഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഫിഗറിംഗ് ഔട്ട് ദി ആക്ച്വൽ സിംഗിങ് ദ സോങ് ബേസ്ഡ് ഓൺ ദി സൗണ്ട് ഓഫ് ഹിസ് ഓർ ഹെർ വോയിസ്. ചില സമയത്ത് നമ്മൾ ഒരു പാട്ട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇപ്പോൾ റേഡിയോയിലൊരു പാട്ട് കേൾക്കുകയാണ്, ആരാ പാടിയതൊന്നും നമുക്കറിയില്ല. റേഡിയോയിൽ നമ്മളൊരു പാട്ട് കേൾക്കുന്നു റാൻഡംലി. നമ്മൾ ഈ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, ഇത് യേശുദാസ് പാടിയതാണല്ലോ. അതൊരു ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആണ്. നമുക്കറിയില്ല അതാരാ പാടിയതെന്ന്. പക്ഷേ യേശുദാസ് മുൻപ് പാടിയ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആ വോയിസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഇത് യേശുദാസ് പാടിയതാണെന്ന്. അങ്ങനെയുള്ള ലേണിംഗ് ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ഉൾക്കാഴ്ചയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് കോൺസെപ്റ്റുകളും അതിൻ്റെ പ്രൊപ്പോണൻസും ആണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഇതിൻ്റെ പ്രൊപ്പോണൻസ് ആരാണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ബേസിക് എഡ്യൂക്കേഷൻ അഥവാ വാർധ, അതായത് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നില്ലേ, അതിനാണ് ബേസിക് എഡ്യൂക്കേഷൻ അഥവാ വാർധ സ്കീം എന്ന് പറയാം. ഇതിൻ്റെ പ്രൊപ്പോണൻറ്റ് ഗാന്ധിജിയാണ്. ഇനി നേച്ചർ ലേണിംഗ് എന്ന് പറയുന്നത് പ്രകൃതിയാണ് ഏറ്റവും വലിയ ലെസൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ അധ്യാപകൻ പ്രകൃതിയാണെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നേച്ചർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വെസ്റ്റേൺ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് റൂസോ, പിന്നെ അതുപോലെ തന്നെ എമേഴ്സൺ, തോറോ, ഇവരൊക്കെ നേച്ചർ ലേണിങ്ങിൻ്റെ ആളുകളായിരുന്നു. തോറോയുടെ വോൾഡൺ എക്സ്പെരിമെൻറ്റ് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇംഗ്ലീഷ് പേപ്പർ ടു ഇംഗ്ലീഷ് ഉള്ളവർക്ക് അമേരിക്കൻ ലിറ്ററേച്ചറിൽ തോറോയെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഹെൻറി ഡേവിഡ് തോറോ അമേരിക്കൻ ഫിലോസഫറാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തത്, വോൾഡൺ എന്ന് പറയുന്ന ഒരു പോണ്ടിൻ്റെ തീരത്ത് 2 വർഷം പോയി താമസിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ സെക്ലൂഡഡ് ആയിട്ട് അവിടെ പോയിട്ട് താമസിച്ചു. പ്രകൃതിയിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രകൃതി ഏറ്റവും വലിയൊരു സ്കൂളാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ആ വോൾഡൺ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ബുക്കിൽ നിന്നൊന്നും കിട്ടാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും എന്നുള്ള ആ ഒരു അറിവ് പകർന്നു തന്നൊരു പുസ്തകമാണ് ഹെൻറി ഡേവിഡ് തോറോയുടെ വോൾഡൺ എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, അപ്പം നേച്ചർ ലേണിങ്ങിൻ്റെ പ്രൊപ്പോണൻസ് റൂസോ, ടാഗോർ. അപ്പോൾ തോറോയെയും പിന്നെ അതുപോലെ തന്നെ എമേഴ്സണൊക്കെ അവിടെ കണക്ട് ചെയ്യുക കേട്ടോ. പക്ഷേ ഇവിടെ പ്രൊപ്പോണൻ്റ് ആയിട്ട് റൂസോയും ടാഗോറും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇൻസൈറ്റ് എഡ്യൂക്കേഷൻ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ അരബിന്ദോ ഘോഷാണ്. ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം. സമഗ്ര വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ്? അരബിന്ദോയാണ്, ശ്രീ അരബിന്ദോ അഥവാ അരവിന്ദ ഘോഷ് അല്ലേ. പിന്നെ എക്സ്പെരിമെൻ്റൽ ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ്? ജോൺ ഡൂയി ആണ്. കിൻഡർ ഗാർഡൻ KG അല്ലേ, അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ്? ഫ്രോയിബലാണ്. കിൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്നാണ്. കിൻഡർ കുട്ടി, ഗാർട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡൻ എന്നാണ്. അപ്പോൾ എന്താണ്, കുട്ടികളുടെ ഗാർഡൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് KG എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. പിന്നെ കിൻഡർ ജോയ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അല്ലേ, കുട്ടികളുടെ സന്തോഷം എന്നുള്ള അർത്ഥത്തിലാണ് കിൻഡർ ജോയ് എന്നൊക്കെയുള്ള ആ ഒരു വേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടെയാണ്? ഫ്രോയിബലിൻ്റെയാണ്. പിന്നെ മിരാമ്പക എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടെയാണ്? എഗെയിൻ അരവിന്ദോ ഘോഷിൻ്റെ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇതൊക്കെ ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ,
ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ടീച്ചിങ് തിയറികളും അതിൻ്റെ തിയറിസ്റ്റുകളും. ഒരുപാട് ടീച്ചിങ് തിയറികളുണ്ട്. ആ ടീച്ചിങ് തിയറികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറിസ്റ്റുകളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗാഗ്നെ ആൻഡ് ബ്രിഗിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഗാഗ്നെ ആൻഡ് ബ്രിഗ് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിഫിക്കേഷൻ ലേണിംഗ് ഔട്ട്കംസ് ഫോൾ അണ്ടർ വൺ ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ്. ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്, ലേണിങ്ങിൻ്റെ ഔട്ട്കം ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും. ഏതാണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്യുന്ന ഇൻ്റലക്ച്വൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രാറ്റജിക് ആയിരിക്കും, അല്ലെങ്കിൽ വേർബൽ ഇൻഫർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മോട്ടോർ സ്കില്ലായിരിക്കും. മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്കില്ലാണ് അല്ലേ, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഒരു എഡ്യൂക്കേഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പഠിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു കാര്യം നേടിയെടുക്കാനായിരിക്കും എന്നുള്ളതാണ് ഗാഗ്നെ ആൻഡ് ബ്രിഗിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഉണ്ട്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രേണി അല്ലേ. ഗാഗ്നെ പറയുന്നത് ഇത് പ്രപ്പോസ് ചെയ്തത് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? ഗാഗ്നെ ആയിരിക്കും. 1956 ഇത് പ്രപ്പോസ് ചെയ്തത്. ഈ ഒരു ഹൈറാർക്കി ഓഫ് ലേണിംഗ് അനുസരിച്ച് ഗാഗ്നെ പറയുന്നത് ലേണിങ്ങിനെ നമുക്ക് എന്താണ് സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഓരോ സ്റ്റെപ്പ് കയറും തോറും മെൻ്റൽ പ്രോസസ്സ് ഇൻവോൾവ് ആവുന്നത് കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഏറ്റവും ലോവർ ലെവലിൽ മെൻ്റൽ പ്രോസസ്സ് വളരെ കുറവായിരിക്കും. ഈ ലെവൽ മുകളിലോട്ട് കയറും തോറും മെൻ്റൽ പ്രോസസ്സ് കൂടി വരുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സ് കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് 4 ലെവൽ ഫോക്കസ് ഓൺ ബിഹേവിയറൽ ആസ്പെക്റ്റും പിന്നെ വരുന്ന 4 ലെവൽ എന്താണ്? കോഗ്നിറ്റീവ് ആസ്പെക്റ്റുമാണ്. അപ്പോൾ 8 ലെവലുകളുണ്ട്. അതിൽ ആദ്യത്തെ 4 ലെവൽ നമ്മുടെ ബിഹേവിയറൽ, നമ്മുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട 4 ലെവലുകളാണ്. അത് കഴിഞ്ഞിട്ടുള്ള 4 ലെവൽ എന്ന് പറയുന്നത് എന്താണ്? കോഗ്നിറ്റീവ്, നമ്മുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തുന്ന 4 ലെവലുകളാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് വരുന്നത്. 8 സ്റ്റെപ്പാണ്. 8 സ്റ്റെപ്പിനെ മൊത്തം 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 4 ആയിട്ട് അല്ലേ. ആദ്യത്തെ 4 സ്റ്റെപ്പ്, ഏറ്റവും ലോവർ 4 സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടതും പിന്നെ മുകളിലുള്ള 4 സ്റ്റെപ്പ് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കതിൽ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. ഈ സിഗ്നൽ ലേണിംഗ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡെവലപ്ഡ് ബൈ ഐവൻ പാവ്ലോവ്. പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റ് കേട്ടിട്ടുണ്ടാവും. ഒരു ഡോഗിൽ പാവ്ലോവ് നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഒരു ഡോഗിന് എല്ലാ ദിവസവും ഒരേ സമയത്ത് ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു സ്റ്റിമുലസിന് റെസ്പോൺസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ തൊട്ടാവാടിയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിമുലസ് ആണ്. അതിൻ്റെ റെസ്പോൺസ് എന്താണ്? തൊട്ടാവാടിയുടെ ഇല ഇങ്ങനെ ചുരുങ്ങി വരും അല്ലേ, അല്ലെങ്കിൽ കൂമ്പി പോവും. അതാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റിമുലസിനും ഏതെങ്കിലും തരത്തിലൊരു റെസ്പോൺസ് ഉണ്ടാവും. ഇനി ഇവിടെ നമുക്ക് കണ്ടീഷൻഡ് അല്ലാത്ത സ്റ്റിമുലസും റെസ്പോൺസും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസും റെസ്പോൺസും ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഡോഗിൻ്റെ എക്സ്പെരിമെൻറ്റ്, പാവ്ലോവ് നടത്തിയ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് തന്നെ പറയാം. നോർമലായിട്ട് ഒരു ഡോഗിന് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കാണുന്ന സമയത്ത് തന്നെ പട്ടിയുടെ വായയിൽ സലൈവേഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പം നമുക്കാണെങ്കിലും ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റത്തിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമ്മുടെ വായയിൽ സലൈവേഷൻ ഉണ്ടാവും. അതൊരു കണ്ടീഷൻഡ് അല്ലാത്ത റെസ്പോൺസ് ആണ് അല്ലേ. ബിരിയാണിയുടെ മണം എന്ന് പറയുന്നത് കണ്ടീഷൻഡ് അല്ലാത്തൊരു സ്റ്റിമുലസ് ആണ് അല്ലേ. നമ്മളെ കണ്ടീഷൻ ചെയ്തോന്നല്ല, നമ്മൾ ബിരിയാണിയുടെ മണം വരുന്നു, സ്വാഭാവികമായിട്ടും നമ്മുടെ വായയിൽ സലൈവേഷൻ ഉണ്ടാവുന്നു. അതൊരു കണ്ടീഷൻഡ് അല്ലാത്ത റെസ്പോൺസ് ആണ്. ഇനി എല്ലാ ദിവസവും 12 മണിയാകുമ്പോൾ നമുക്ക് ബിരിയാണി തരുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അതൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. എല്ലാ ദിവസവും 12 മണിയാകുമ്പോൾ നമുക്ക് ബിരിയാണി തരുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ സ്മെല്ല് വന്നില്ലെങ്കിൽ കറക്റ്റ് 12 മണിയാകുമ്പോൾ നമ്മുടെ വായയിൽ സലൈവേഷൻ ഉണ്ടാവും. അതൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. കാരണം അത് കണ്ടീഷൻ ചെയ്തെടുത്തതാണ്. കുറേ നാളായിട്ട് നമുക്ക് 12 മണിക്ക് എല്ലാ ദിവസവും 12 മണിക്ക് ബിരിയാണി തന്നുകൊണ്ടിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടീഷൻഡ് ആയി. എന്തിന്? 12 മണിയാകുമ്പോൾ നമുക്ക് ബിരിയാണി കിട്ടുമെന്ന് നമ്മുടെ മൈൻഡ് കണ്ടീഷൻഡ് ആയി. അപ്പോൾ കറക്റ്റ് 12 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ വായയിൽ സലൈവേഷൻ ഉണ്ടാവും, ഈവൻ ദോ അവിടെ ബിരിയാണി നമ്മൾ കണ്ടില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ അത് കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആണ്. ഇതേ സംഭവം തന്നെയാണ് ഡോഗിൽ പാവ്ലോവ് ചെയ്തത്. അതായത് എല്ലാ ദിവസവും ഡോഗിന് ഭക്ഷണം കൊടുക്കും ഒരു ബെല്ലടിച്ചിട്ട്. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ തന്നെ ഡോഗിൻ്റെ വായിൽ സലൈവേഷൻ ഉണ്ടാകും. അതൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് പറയുക. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് കുട്ടിയുടെ സ്വഭാവമൊക്കെ ഇതാക്കിയെടുക്കാൻ, അതായത് എന്താണ്, ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് കുട്ടീനെ, ഇപ്പോൾ നമ്മൾ പോട്ടി ട്രെയിനിങ് ഒക്കെ ഇല്ലേ, കുട്ടീനെ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലേ. അപ്പോൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ഒരേ സമയത്ത് അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ ടോയ്ലറ്റിൽ കൊണ്ട് ഇരുത്തി കുട്ടിക്ക് എന്താണ് അത് കണ്ടീഷൻഡ് ആയി.
മനസ്സിലായി, അത് അവിടെ ഇരുത്തി കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഓക്കെ ഇത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സിഗ്നൽ ലേണിങ്ങിൽ വരുന്നതാണ്. ഇവിടെ ഒന്നും മെൻ്റൽ പ്രോസസ്സ് ഇൻവോൾവ് അല്ല അല്ലേ. കുട്ടി അവിടെ പോയി ഇരുന്നപ്പോൾ കുറേ ദിവസം കുട്ടി അവിടെ പോയിരുന്നപ്പോൾ ടോയ്ലറ്റ് പോകുന്നതാണെന്ന് മനസ്സിലായി, കുട്ടി നോർമലി അവിടെ പോയിരിക്കുമ്പോൾ ടോയ്ലറ്റ് പോകുന്നു. അതെന്താണ്, ഒരു മെൻ്റൽ പ്രോസസ്സൊന്നും അധികം ഇൻവോൾവ് അല്ലാത്ത ഒരു പ്രോസസ്സാണ്, അത് സിഗ്നൽ ലേണിംഗ് ആണ്. അടുത്തത് സ്റ്റിമുലസ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഒരു റെസ്പോൺസ് ഉണ്ടാവും അല്ലേ. അതായത് കുട്ടിക്ക് എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടി, അപ്പോൾ കുട്ടിക്ക് വീണ്ടും അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. ആ കുട്ടിക്ക് മനസ്സിലായി ഓക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കിട്ടും. അപ്പോൾ അതൊരു സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. ഇവിടെ മെൻ്റൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്ത സ്റ്റെപ്പാണ് ചെയിനിങ്. ചെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, 2-3 കാര്യങ്ങളെ കണക്ട് ചെയ്ത് പ്രീവിയസ്ലി നമ്മൾ ലേൺഡ് ആയിട്ടുള്ള സ്റ്റിമുലസുകളെ കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇനി വേർബൽ അസോസിയേഷൻ എന്താണ്, ഒരു വേർഡും ആ പിക്ചറും. അതായത് നമ്മളിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും, അവർ പിക്ചർ നോക്കിയിട്ടായിരിക്കും ചില വാക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ചില വാക്കുകൾ എന്നല്ല എല്ലാ വാക്കുകളും. അതുകൊണ്ടാണ് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒത്തിരി പിക്ചേഴ്സ് കാണാൻ പറ്റും. കാരണം കുട്ടികൾക്ക് പിക്ചർ കണ്ടിട്ടായിരിക്കും കുട്ടികൾ പലതും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഇവിടെ മെൻ്റൽ ആക്ടിവിറ്റി ഒത്തിരി ഒന്നും വേണ്ട അല്ലേ. ഇത് കുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. ഈ 4 സ്റ്റെപ്പുകളും എന്താണ്, ബിഹേവിയറൽ മായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെപ്പുകളാണ് അല്ലേ, 4 സ്റ്റെപ്പുകൾ. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന 4 സ്റ്റെപ്പുകൾ കുറച്ചും കൂടെ കോഗ്നിറ്റീവ് ആയിട്ട് വരുന്ന സ്റ്റെപ്പുകളാണ്. അവിടെ കുറച്ചും കൂടെ നമ്മുടെ കോഗ്നീഷൻ ആവശ്യമാണ് എന്നുള്ള കാര്യം ഓർക്കാം. 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ കുട്ടി പഠിച്ചു വെച്ച കാര്യങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. അതായത് എല്ലാം ഒരുപോലെയല്ല. അതായത് ചെമ്പരത്തിപ്പൂവ് കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു റോസാപ്പൂവ് കാണുമ്പോഴും അതിനെ തിരിച്ചറിയാൻ പറ്റുക പൂവാണ്, എല്ലാം പൂവാണ്, പക്ഷേ ഇത് ചെമ്പരത്തിപ്പൂവും മറ്റേത് റോസാപ്പൂവുമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റിങ്വിഷൻ ഉണ്ടല്ലോ, അതാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. അതിന് കുറച്ച് മെൻ്റൽ പ്രോസസ്സ് ആവശ്യമാണ് അല്ലേ. അതുകൊണ്ട് ഈ 5ാമത്തെ സ്റ്റെപ്പ് മുതൽ അങ്ങോട്ടുള്ളത് മെൻ്റൽ പ്രോസസ്സ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. ഇനി 6ാമത്തെ എന്താണ്, കോൺസെപ്റ്റ് ലേണിംഗ്. അതായത് ചില കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാനുള്ള കഴിവ്. അവിടെ നമുക്ക് കുട്ടിക്ക് ആ കാര്യം മനസ്സിലാവണം, എന്നാലാണ് അതിനെ ജനറലൈസ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. അടുത്തത് റൂൾ ലേണിംഗ് ആണ്. അതായത് ഒരു റൂളൊക്കെ പഠിക്കാൻ, ജനറൽ റൂളൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്തുണ്ടാവണം, മെൻ്റൽ എബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ആ കുട്ടി അത് തനിയെ സോൾവ് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ അവിടെ എന്ത് വേണം, കോഗ്നിഷൻ ഭയങ്കരമായിട്ട് വേണം. അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന 4 സ്റ്റെപ്പുകളും എന്താണ്, കോഗ്നിഷൻ ആവശ്യമായിട്ട് വരുന്ന സ്റ്റെപ്പുകളാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അടുത്തത് ഗാഗ്നയുടെ 9 ഈവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഗാഗ്നെ പറയുന്നത്, ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. സാധാരണഗതിയിൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് എങ്ങനെയാണ് ആ ടീച്ചിങ് പോകുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും, ടീച്ചർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പീരീഡിലേക്ക് ടീച്ചർ ചെല്ലുന്ന സമയത്ത് കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ടീച്ചർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതാണ്. അതിന് ഏത് മെത്തേഡും യൂസ് ചെയ്യാം അല്ലേ. ചിലപ്പോൾ ടീച്ചർ ടേബിളിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യും അല്ലേ, എന്നിട്ട് മിണ്ടാതിരിക്കും, ഇവിടെ ശ്രദ്ധിക്കൂ അങ്ങനെ പറയും അല്ലേ. അപ്പോൾ അതെന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗെയിനിങ് അറ്റൻഷൻ എന്ന് പറയുന്നത്. 2ാമത്തെ എന്താണ്, ഇൻഫോമിങ് ലേണേഴ്സ് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്. 2ാമത്തെ എന്താ ടീച്ചർ പറയാം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫോമിങ് ലേണേഴ്സ് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്. 3ാമത്തത് സ്റ്റിമുലേറ്റിംഗ് റീകോൾ ഓഫ് പ്രയർ നോളജ്. അപ്പോൾ നമ്മൾ ടീച്ചർ ഫോട്ടോസിന്തസിസിനെ പറ്റി പഠിപ്പിക്കാൻ പോകുമ്പോൾ ടീച്ചർ പറയും നമ്മൾ 5ാം ക്ലാസ്സിൽ ഇന്നതിനെ പറ്റി പഠിച്ചിട്ടില്ലേ എന്ന് പറയും അല്ലേ. അതാണ് സ്റ്റിമുലേറ്റിംഗ് ഓർ റീകോളിംഗ് ഓഫ് പ്രയർ നോളജ് എന്ന് പറയുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്, പ്രസൻറ്റിംഗ് ദ സ്റ്റിമുലസ്. ഇപ്പം ഈ പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തിന് ഒരു സ്റ്റിമുലസ് കൊടുക്കണം അല്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്ലാന്റ് എങ്ങനെയായിരിക്കും വളരുന്നത്, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിമുലസ്. അപ്പോൾ കുട്ടികൾ ചിന്തിക്കാൻ ശരിയാണല്ലോ, എങ്ങനെയായിരിക്കും പ്ലാന്റ്സ് വളരുന്നത്, എന്തുകൊണ്ടായിരിക്കും വളരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതൊരു സ്റ്റിമുലസ് ആണ്. പ്രൊവൈഡിങ് ലേണിംഗ് ഗൈഡൻസ്, എന്നിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുക. അടുത്തത് എലിസിറ്റിംഗ് പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുക. എന്നിട്ട് അവർ ആ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് 7ാമത്തെ സ്റ്റെപ്പ് എന്താണ്, അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. അവർ ചെയ്ത പെർഫോമൻസിനുള്ള ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്, അസസിങ് പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക അല്ലേ. അവരിത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പെർഫോമൻസിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. 9ാമത്തെ സ്റ്റെപ്പ് എന്താണ്,
എൻഹാൻസിങ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ. അതായത് കുട്ടികൾ പഠിച്ച ചില കാര്യങ്ങളെ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ റീറ്റെയിൻ ചെയ്യാനും നെക്സ്റ്റ് ലെവലിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാനും സഹായിക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് ഇൻസ്ട്രക്ഷൻ അഥവാ ടീച്ചിങ് നടക്കുന്നത് എന്നാണ് ഗാഗ്നെ പറയുന്നത്. ഗാഗ്നയുടെ 9 ഈവൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണിത്. വളരെ എളുപ്പമാണ്. നമ്മളൊരു ടീച്ചർ ക്ലാസ്സിൽ എന്തൊക്കെയാണോ ചെയ്യുന്നതെന്നൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.